ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കൊടൈക്കനാൽ സീരീസ് പാർട്ട് 1 അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. ആൻഡ് കണ്ടവരെൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു സെക്കൻഡ് പാർട്ട് എവിടെയെന്ന്. അപ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ സെക്കൻഡ് ഡേ പോയിരുന്നത് വട്ടക്കനാലായിരുന്നു. ഹലോ ഗായ്സ്, വട്ടക്കനാൽ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത സ്ഥലമേ ആയിരുന്നില്ല, നമ്മളുടെ പാക്കേജിലും ഉണ്ടായിരുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടുന്ന് ഞങ്ങൾ പുതിയൊരു സ്പോട്ടിൽ പോയതായിരുന്നു. കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു, വണ്ടികൾക്കൊന്നും അങ്ങോട്ട് അലൗഡ് അല്ലായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര വെയിലും ഉണ്ടായിരുന്നു. ശരിക്കും അങ്ങോട്ട് പോകുമ്പോൾ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവരും നന്നായിട്ട് നടന്നു. വെയിലൊന്നും നമുക്ക് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ്റെ നെയിം പോലും അറിയില്ലായിരുന്നു. ഞങ്ങൾ വട്ടവട എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അത്രയും ദൂരം നടന്നുകൊണ്ടിരുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വട്ടവടയിലോട്ടാണ്. മൈ ബെസ്റ്റീസ് അനീന ഫാത്തി. ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരു ലൊക്കേഷനായിരുന്നു. സൈഡിലൊന്നും കടകളൊന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. നമുക്കൊരു വെള്ളം കുടിക്കാൻ പോലും നമ്മൾ കുറേ ദൂരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഫിച്ചൊക്കെ ആയിരുന്നു ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറേ ഷോർട്ട് കട്ടൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ഷോർട്ട് കട്ട് വഴി കൂടെ കുറേ ദൂരം പോയി. എന്നാലും ഇതൊരു ലോങ് ആയിട്ടുള്ളൊരു നടത്തം തന്നെയായിരുന്നു, കാരണം ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട്, അതായത് ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രം. ഞങ്ങളങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി, കാരണം 2 മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. നടന്നിട്ട് എത്തുന്നില്ല. പിന്നെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് നടന്നു, ആ കൂട്ടത്തിലെ വീഡിയോസൊക്കെ എടുത്തു. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. വാ നടന്നു, ഇല്ല അപ്പുറത്തും നമ്മൾ എവിടേക്കാ പോകുന്നത്? വട്ടക്കനാൽ. വെയിലൊക്കെ ആണെങ്കിലും എല്ലാവരും വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ ആയിട്ട് ആക്റ്റീവായിരുന്നു. അനീന ഫാത്തി സെക്കൻഡ് ഡേ ആണ് ഒന്ന് ആക്റ്റീവായിരുന്നത്. ഞങ്ങളങ്ങനെ വീണ്ടും നടക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെയും കുറേ ദൂരം ഉണ്ടായിരുന്നു നടക്കാനായിട്ട്. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് മെയിനായിട്ട് കണ്ട പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളുടെ കയ്യിൽ വെള്ളം എടുത്തതുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അടുത്തടുത്ത് കടകളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് കയറിയിട്ട് ഒരു എന്താ പറയുക, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു കട കാണുന്നത്. അങ്ങനെ കടകൾക്കൊക്കെ അവിടെ ഭയങ്കര ക്ഷാമമായിരുന്നു. എനിക്ക് ഒന്നുമില്ല. ഞങ്ങൾ വട്ടക്കനാൽ പോവുകയാണ്. അടിപൊളിയാണ് ഗൈസ്, പ്രകൃതി ഭംഗി. Just number 3. വരാൻ ലേറ്റ് ആവും ഗൈസ്. അവിടുത്തെ ലൊക്കേഷൻ അടിപൊളിയായിരുന്നു ഗൈസ്. നടക്കുമ്പോൾ ഫുള്ള് മരങ്ങളും നല്ല ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഞങ്ങൾ കടകളൊക്കെ കണ്ടു. ജ്യൂസിൻ്റെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അവക്കാഡോ ജ്യൂസും ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് അവക്കാഡോ ജ്യൂസിന് 80 രൂപയും ഓറഞ്ച് ജ്യൂസിന് ഒരു 50 രൂപയോ അല്ലെങ്കിൽ ഒരു 60 രൂപയോ ആണെങ്കിൽ, അവിടെ അവക്കാഡോ ജ്യൂസിനേക്കാളും റേറ്റ് വരുന്നത് ഓറഞ്ച് ജ്യൂസിനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പോയിന്റിലെത്തി. ഡോൾഫിൻ നോസ് എന്നായിരുന്നു ഇതിൻ്റെ നെയിം. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു, പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു, ഫുള്ള് മഞ്ഞൊക്കെ ആയിട്ട്. തളർന്നു ഗൈസ്, പക്ഷെ ഞങ്ങൾ കണ്ടു, സാധനം കണ്ടു. നോക്കി ഗൈസ്, ഇത് കാണാനാണ് പോയത്. ഹാപ്പിയായി. പക്ഷെ മേലക്ക് എത്താൻ സീനാണ്, അത്രേ ഉള്ളൂ.
സൂപ്പറാണ്, കൊള്ളാം. എത്രയൊക്കെ ക്ഷീണിച്ച് തളർന്നാലും നമ്മൾ നല്ല ഒരു ഫോട്ടോജനിക്കുള്ളൊരു സ്പോട്ട് കണ്ടാൽ നമ്മളുടെ ആ ക്ഷീണമൊക്കെ മാറ്റി വെച്ച് നമ്മൾ വൻ ആക്റ്റീവ് ആകും. ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആക്റ്റീവ് ഒന്നും ആക്ച്വലി ഞങ്ങൾക്ക് നേരിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി ഭയങ്കര ഷോർട്സൊക്കെ എടുക്കലായിരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ ചാടിത്തുള്ളി പോയി. ഞങ്ങളെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. നമ്മൾ വ്യക്തമാക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കി എടുക്കുക, ഒന്നും പറയല്ല. ശരിക്കും ഞങ്ങൾ ലൊക്കേഷൻ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്നും കുറേ ദൂരം ഉണ്ടായിരുന്നു ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടുത്തെ മഞ്ഞ് കാരണം ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരാൻ നേരത്താണ് ഈ ഒരു പുഴ കണ്ടത്. പിന്നെ എല്ലാവരും കൂടി ഈ ഒരു പുഴയിലേക്ക് ഇറങ്ങി. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ വെള്ളത്തിലായാലും നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഷൂസ് ഇട്ട് പോയതുകൊണ്ട് തന്നെ, ഷൂവും സോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ പറ്റിയില്ല. ഞങ്ങളവിടെ നിന്നു. പക്ഷെ ചെരുപ്പിട്ട ആൾക്കാരൊക്കെ വെള്ളത്തിലിറങ്ങി ഫുള്ള് കളിയൊക്കെ ആയിരുന്നു. പുഴയാണെന്ന് വെച്ചാൽ നമുക്കിതിനെ പുഴ എന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം വെള്ളച്ചാട്ടം പോലെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു സൈഡിൽ കൂടെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്കങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടി അവിടുന്ന്. നല്ല തെന്നലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എന്തോ ഭാഗ്യം ആരും വഴിക്കൊന്നും ഇല്ല. മെയിനായിട്ട് എല്ലാവരുടെയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തത് ഷിൻത്തായിരുന്നു. അവൻ നല്ല അടിപൊളിയായിട്ട് എടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി. ഹൃദയാണെങ്കിൽ ഓരോയിടയിൽ ഒരു കട്ടുറുമ്പായിട്ട് പോവാ. ഷിനിത്തും അഞ്ജലിയാണെങ്കിൽ എങ്ങനെ അവളെ പിടിച്ച് ഒഴിവാക്കുന്ന ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ എങ്ങനെ ഹൃദയനോട് പറയാ ഒന്ന് പോവാനും ആ ഒരു മൈൻഡാണ്. അങ്ങനെ എങ്ങനെങ്കിലും ഒരു 2 ഫോട്ടോ എടുത്തു കൊടുത്തിട്ട് ഹൃദയനെ ഒഴിവാക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഷിൻതേട്ടായും അഞ്ജലക്കുട്ടിയും. എന്നിട്ട് വേണം ഓർക്ക് അവിടെ ആസ്വദിക്കാൻ. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. സത്യം പറഞ്ഞ ഗായ്സ്, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടുത്തെ ഫോട്ടോസും വീഡിയോസും എടുക്കേണ്ട തിരക്കിലായിരുന്നു. അഞ്ജലിനെയും ഷിൻതയെയും കുറിച്ച് ഞാൻ ആലോചിച്ചേ ഇല്ല. അങ്ങനെ എല്ലാവർക്കും നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുത്തിട്ട് പിന്നെ അവൻ കയറി നിന്നു. പിന്നെ കുറേ നേരം അവൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ നേരെ കൊടൈക്കനാൽ ലേക്കിലേക്കായിരുന്നു പോരുന്നത്. അതൊരു അടിപൊളി സ്പോട്ടായിരുന്നു. സ്റ്റാർട്ടിങ് തന്നെ ഫുള്ള് ബോട്ടിംഗ് ഒക്കെ ആയിരുന്നു കണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് കുറേ അവിടെ നിന്നു. പക്ഷെ ഭയങ്കര തിരക്കുമായിരുന്നു. അതേപോലെ തന്നെ എല്ലാവർക്കും ടിക്കറ്റും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സൈക്ലിങ്ങിന് പോയി. അവിടെ തന്നെ ഈ ഡബിൾ സീറ്റ് വരുന്ന സൈക്കിൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സിംഗിളായിട്ടുള്ളതും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരു വെറൈറ്റിക്ക് ഡബിൾ എടുത്തു. സംഭവം സൈക്കിൾ ചവിട്ടാൻ വലിയ സീനില്ലെങ്കിലും എന്നാലും കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു കുറേ ദൂരം ചവിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ സൈക്കിളിൽ പോയി കുറേ ദൂരം. ഞങ്ങളങ്ങനെ കുറേ ദൂരം സൈക്കിൾ ഓടിച്ചു. ബേസിക്കലി എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. എന്നാലും ഞാൻ പണ്ട് കുഞ്ഞിലെയാണ് ഓടിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് അത്ര പെട്ടെന്ന് അങ്ങനെ ഫാസ്റ്റായിട്ട് അതേപോലെ ആ ഒരു ബാലൻസിംഗ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുറകിലായിരുന്നേ. പിന്നെ ലാസ്റ്റ് ഞാൻ ഓടിച്ചു. എൻ്റെ പുറകിൽ അഞ്ജല കയറിയിരുന്നു. അഞ്ജല കുറേ പേടിച്ചിട്ട് വരുന്നത്. കാരണം വലിയ വണ്ടികളൊക്കെ അടുത്ത് കൂടെ പോകുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ബാലൻസിനൊരു പ്രോബ്ലം വന്നിരുന്നു. അപ്പോഴത്തേന് ഇവള് ഫുള്ള് സീനാക്കി. ലാസ്റ്റ് എങ്ങനെയൊക്കെ അവിടെ എത്തി. ബട്ട് ഗായ്സ് അടിപൊളിയായിരുന്നു. ഒരു അഡ്വഞ്ചർ എന്ന് പറയുന്ന പോലെ നല്ല രസമായിരുന്നു. പിന്നെ കുറേ ദൂരം ഞങ്ങൾ പോയി. ഞങ്ങൾ ആ ഒരു ലേക്ക് ഫുള്ള് റൗണ്ട് അടിച്ചു. എന്നിട്ടൊക്കെയാണ് സൈക്കിൾ കൊടുത്തത്. രണ്ട് പേരിരിക്കുന്ന സൈക്കിളിന് എത്രയാ 150, ഒരാൾ മാത്രം ഓടിക്കുന്നതിന് 100 ആയിരുന്നു അവർ ചാർജ് ആക്കിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ നൈറ്റായപ്പോൾ ആ സ്ട്രീറ്റിൽ കൂടെ തന്നെ കുറേ ദൂരം നടന്നു. കുറേ പർച്ചേസിങ് ഒക്കെ ചെയ്തു. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഇതാണ് മേടിച്ചത്, ഹോട്ട് ചോക്ലേറ്റ്. അടിപൊളിയായിരുന്നു. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ എന്നിട്ട് അത് വെച്ച് പിന്നെ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് ചോക്ലേറ്റൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു.
എന്നിട്ട് ഞങ്ങൾ സാധാരണ ഫുഡ് കഴിക്കുന്ന അവിടെ തന്നെ പോയി രാത്രിത്തെ ഫുഡായിട്ടുള്ള ബിരിയാണിയും അതേപോലെ തന്നെ മന്തിയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. അത് നമുക്ക് എന്താ പറയുക, സ്പെഷ്യലായിട്ട് പറയണമായിരുന്നു. സാധാരണ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ ഫുഡ് നമുക്ക് അത്ര ഇഷ്ടമാവാറില്ല. പക്ഷേ ഇത് സെയിം ഇവിടുത്തെ ഫുഡിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെയായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നൈറ്റിൽ പിന്നെ ഫുള്ള് പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ആയിട്ട് എല്ലാവരും കിടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും വയനാട്ടിലെത്തി. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.